ശബരിമല തിരുവുത്സവം ഇന്ന് മൂന്നാം ദിവസം രാവിലെ 10:30 ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങും. ഉത്സവബലി ചടങ്ങുകളുടെ സമയത്ത് ഭക്തർക്ക് ദർശനമുണ്ടാകില്ല. വൈകിട്ട് പടിപൂജയും ശ്രീഭൂതബലിയും ഉണ്ട്. നട തുറന്ന ആദ്യ 3 ദിവസങ്ങളിൽ തിരക്ക് കുറവായതിനാൽ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, ഇന്നത്തെ ഭക്തരുടെ തിരക്ക് എങ്ങനെയാണ്? വിഷ്ണു, രാവിലെയും തിരക്ക് നന്നേ കുറവാണ്. സുഗമമായ ദർശനം ലഭിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട്. 8675 ഭക്തർ ആണ് ഇന്നലെ ദർശനം നടത്തിയത്. രാവിലെ ഭക്തരുടെ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ട് തന്നെ ഭക്തർക്ക് സാവധാനം പടികയറി അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് കഴിഞ്ഞ 2 ദിവസമുള്ള സമാനമായ അവസരം ഇന്നും ഉണ്ട്. ഇന്ന് രാവിലെ 10:30 ഉത്സവബലി തുടങ്ങും. ഉത്സവബലി ദർശന ചടങ്ങുകളുടെ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാവുകയില്ല. 2.5 മണിക്കൂർ സമയമാണ് ചടങ്ങുകൾ ഉള്ളത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. പിന്നീട് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. വൈകിട്ട് 6:30 ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്, മുളപൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി. ശ്രീഭൂതബലിയുടെ സമയത്തും പടിപൂജയുടെ സമയത്തും ഭക്തർക്ക് വൈകിട്ടും ദർശനം ഉണ്ടാവുകയില്ല. ഈ സമയത്തുള്ള ഭക്തജനങ്ങളെ നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമായിട്ട് മാറ്റും. അവിടെ ഭക്തജനങ്ങൾക്ക് ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരും. സുഗമമായ ദർശനം 1-ാം തീയതി നട തുറന്ന അന്ന് മുതൽ ഇന്ന് 3-ാം ഉത്സവ ദിനം വരെ ഭക്തർക്ക് സാധ്യമാകുന്നുണ്ട്. കാരണം തിരക്ക് നന്നേ കുറവാണ്. സാധാരണ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻ വർഷങ്ങളിലേതിന് സമാനമായി ഉത്സവ ചടങ്ങുകൾക്കാണ് ഉത്സവ സമയത്ത് പ്രാധാന്യം ദർശനത്തെക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഭക്തജനങ്ങൾ ധാരാളമായി ഉത്സവ സമയത്ത് എത്തുക പതിവില്ല. ഇത്തവണയും അതുപോലെ തന്നെയാണ്. ഉത്സവ സമയത്ത് കഴിഞ്ഞ 3 ദിവസമായിട്ട് തിരക്ക് നന്നേ കുറവും. എത്തുന്ന ഭക്തജനങ്ങൾക്ക് സാവധാനം പടികയറി 18-ാം പടി തൊട്ടുവണങ്ങി സാവധാനം മുന്നോട്ട് ശ്രീകോവിലിന് സമീപത്തേക്ക് വന്ന് കൊടിമരച്ചുവട്ടിൽ നിന്നും നേരെ ബലിക്കൽപുര വഴി സാവധാനം ദർശനം സാധ്യമാകുന്ന ദിവസങ്ങളാണ്. സുഗമമായ ദർശനമാണ് ഭക്തജനങ്ങൾക്കെല്ലാം ലഭിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ 10-ാം തീയതിക്ക് ശേഷമാണ് തിരക്ക് പ്രതീക്ഷിക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ എല്ലാ വർഷവും വലിയ തിരക്ക് ഉണ്ടാകാറുണ്ട്. വിഷു കണി ദർശനത്തിനുമൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ ധാരാളമായി എത്തും. ആ ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡും അറിയിക്കുന്നു. ഒരു മിനി തീർത്ഥാടന കാലത്തിന് സമാനമായ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുക്കാലത്താണ്. വിഷുദിനത്തിൽ പുലർച്ചെ 4 മണി മുതൽ വിഷുക്കണി ദർശനം ആരംഭിക്കും. ഈ സമയത്ത് വിഷുക്കണി ദർശനത്തിനുമൊക്കെ ആയിട്ട് കുഞ്ഞ് അയ്യപ്പന്മാരുമൊക്കെ ആയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലും ഈ സാധ്യത ഈ കാര്യം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. തിരക്ക് ആ സമയത്തായിരുന്നു കൂടുതലായി ഉണ്ടാകുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ, ഉത്സവബലി ആണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. പള്ളിവേട്ട ദിവസം വരെ ഉത്സവബലി ഉണ്ട്. ശ്രീഭൂതബലി അത് വൈകിട്ടുണ്ട്. പടിപൂജ എല്ലാ ദിവസവും ഉണ്ട്. 9-ാം തീയതിയാണ് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്. 9-ാം തീയതി രാത്രി 10-ാം തീയതി രാത്രി 9 മണിയോടുകൂടി പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടും. പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഭഗവാൻ ശ്രീകോവിലിന് സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിലാണ് പള്ളിയിറങ്ങുന്നത്. പിറ്റേ ദിവസം രാവിലെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളി ചടങ്ങുകൾ പൂർത്തിയാക്കും. 9 മണിയോടുകൂടി ഉഷപൂജയും ആറാട്ട് ബലിയും പൂർത്തിയാക്കി 11-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി ആറാട്ട് ഘോഷയാത്ര പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. വൈകിട്ട് 4 മണി വരെ ആറാട്ടിന് ശേഷം ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തും. 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. സന്നിധാനത്ത് ആറാട്ട് ഘോഷയാത്ര എത്തുന്നതോടുകൂടി കൊടിയിറങ്ങും. 10 ദിവസത്തെ അയ്യപ്പസ്വാമിയുടെ പൈങ്കുരി ഉത്രം ഉത്സവത്തിന് 11-ാം തീയതി സമാപനമാകും. 12-ാം തീയതി വിഷുപൂജകൾ തുടരുന്നതിനാൽ രാവിലെ നട തുറക്കും. 18-ാം തീയതി വിഷു മേടമാസ പൂജകളെല്ലാം പൂർത്തിയാക്കി നടയടയ്ക്കും. ഏപ്രിൽ മാസം 18 ദിവസം നട തുറന്നിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മിനി തീർത്ഥാടന കാലത്തിന് സമാനമായ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തിരക്ക് നന്നേ കുറവാണെങ്കിലും അത് കണക്കിലെടുക്കേണ്ടതില്ല. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഉത്സവ ചടങ്ങുകൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടും കൂടുതൽ സമയം ഭക്തർക്ക് ദർശനം സാധ്യമാകാത്തത് കൊണ്ടുമൊക്കെ ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ടുമൊക്കെ ഈ സമയം ഭക്തർ അങ്ങനെ കൂടുതലായി എത്താത്തതാണ്. പക്ഷേ അത് കണക്കിലെടുക്കേണ്ടതില്ല. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ എത്തും. ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും.
അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, മുന്നൊരുക്കങ്ങൾ ഒക്കെയാണ് ദേവസ്വം ബോർഡ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾ സുഗമമായ ദർശനം സാധ്യമായി മടങ്ങുന്നു. സന്തോഷപൂർവ്വം മടങ്ങുന്ന ഭക്തജനങ്ങളെയാണ് കഴിഞ്ഞ 3 ദിവസമായി ശബരിമലയിൽ കാണുന്നത്. സാവധാനം 18-ാം പടി തൊട്ട് വണങ്ങി കയറി തിരക്ക് പ്രവാഹം, ഭക്തജന പ്രവാഹമുള്ള ദിവസങ്ങളിലൊന്നും അത് സാധ്യമാകാറില്ല. വളരെ വേഗത്തിൽ 18-ാം പടി കയറേണ്ടി വരും. മിനിറ്റിൽ 80 ഭക്തജനങ്ങളെ ഒക്കെ വീതം 18-ാം പടി കയറ്റുമ്പോൾ വളരെ വേഗത്തിൽ 18-ാം പടി കയറുന്ന ഭക്തജനങ്ങളെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിലെല്ലാം കാണുന്നതെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെയല്ല. സാവധാനം ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറി കൊടിമര ചുവട്ടിലേക്ക് എത്താം. പിന്നീട് കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി 2 വരികളായി പരീക്ഷണാടിസ്ഥാനത്തിൽ മീനമാസ പൂജ സമയത്ത് തുടങ്ങിയ നേരിട്ടുള്ള ദർശന രീതി തുടരുകയും ചെയ്യുന്നു. 20 സെക്കൻഡൊക്കെ വരെയാണ് സാധാരണഗതിയിൽ കൂടുതൽ പരമാവധി ഭക്തജനങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ തിരക്കുള്ള ദിവസങ്ങളിൽ കാണുന്നതിനുള്ള അവസരം ഉണ്ടാവുക. പക്ഷേ ഈ സമയങ്ങളിൽ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള അവസരമൊക്കെ, തിരക്ക് കൂടാതെ ദർശനം നടത്തുന്നതിനുള്ള അവസരമൊക്കെ ഈ ദിവസങ്ങളിൽ 1-ാം തീയതി നട തുറന്നപ്പോൾ മുതൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. രാവിലെ 10:30 ഉത്സവബലി തുടങ്ങുന്ന സമയത്ത് 2.5 മണിക്കൂർ ഭക്തർക്ക് ദർശനമില്ല. പിന്നീട് വൈകിട്ട് നട തുറന്നാലും പടിപൂജ ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനമില്ല. ശ്രീഭൂതബലി 1 മണിക്കൂറുണ്ട്. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനമില്ല. അങ്ങനെ രാവിലെ 10:30 ശേഷം എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിക്കില്ല. പിന്നീട് 5 മണിക്ക് നട തുറന്നാൽ ശേഷം മാത്രമേ ദീപാരാധന വരെയുള്ള സമയത്ത് ദർശനം സാധ്യമാകൂ. പിന്നീട് പടിപൂജയുടെ സമയത്തും ദർശനം ഇല്ല. ശ്രീഭൂതബലിയുടെ സമയത്തും ദർശനമില്ല. രാവിലെ 10 മണിക്ക് മുൻപ് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ നേരിട്ടുള്ള പെട്ടെന്നുള്ള ദർശനം സാധ്യമാകും. പിന്നീട് വൈകിട്ട് 2 മണിക്കൂർ മാത്രമാണ് ദർശനത്തിന് സമയം ലഭിക്കുന്നത്. 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. അതുകൊണ്ട് ഉത്സവ സമയത്ത് 10 മണിക്ക് മുൻപായിട്ട്, രാവിലെ 10 മണിക്ക് മുൻപായിട്ട് എത്തുന്ന ഭക്തജനങ്ങൾക്ക് പെട്ടെന്നുള്ള ദർശനം സാധ്യമാകും. സുഗമമായ ദർശനം സാധ്യമാകും. രാവിലെയും വൈകിട്ടും ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് ദർശനം ക്രമീകരിച്ചിരിക്കുന്നതിൽ ഭക്തജനങ്ങൾക്ക് ദർശന ക്രമീകരണത്തിൽ മാറ്റമുണ്ട്. ഈ സമയത്ത് വൈകിട്ട് പടിപൂജയുടെ സമയത്തും ശ്രീഭൂതബലിയുടെ സമയത്തും ദർശനം ഇല്ല. രാവിലെ ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്ന 2.5 മണിക്കൂർ സമയവും ഭക്തജനങ്ങൾക്ക് ദർശനമില്ല. ഈ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങളൊക്കെ ഫ്ലൈ ഓവറിലും താഴെ നടപ്പന്തലിലുമൊക്കെ കാത്തു നിൽക്കേണ്ടി വരും. ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്ന അത്രയും സമയം നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമൊക്കെ ഭക്തജനങ്ങളെ മാറ്റും. അവിടെയാണ് ഭക്തജനങ്ങൾക്ക് ഈ സമയത്ത് ചടങ്ങുകൾ പൂർത്തിയാകുന്ന സമയം വരെ കാത്തു നിൽക്കേണ്ടി വരിക. എന്തായാലും ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഉത്സവത്തിന് ശേഷം നട തുറന്നിരിക്കുന്ന വിഷു പൂജകളിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. കൂടുതൽ ആളുകളെ, ഭക്തജനങ്ങളെ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. ധാരാളം ആളുകൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആ ദിവസങ്ങളിലായിരിക്കും എത്തുക എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഈ ദിവസങ്ങളിൽ മലയാളികളാണ് കൂടുതലായിട്ട് എത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ തീരെ കുറവാണ്. നട തുറന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ ഉത്സവത്തിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ മലയാളികൾ ആണ് കൂടുതലായി എത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തജനങ്ങൾ നന്നേ കുറവാണ് ഈ ദിവസങ്ങളിലെല്ലാം. പക്ഷേ 10-ാം തീയതിക്ക് ശേഷം ഉള്ള ദിവസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മല കയറി ഇപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ഉണ്ടായിരുന്നു. എവിടുന്നാ വരുന്നത്? തൊഴുതോ? നന്നായി തൊഴാൻ പറ്റി? സന്തോഷമാണ്. ആദ്യമായിട്ട് കാണാൻ പറ്റിയത്. നന്നായി തൊഴാൻ പറ്റിയതിന്റെ സന്തോഷത്തില്. താഴ്മയിൽ മല കയറി വന്നപ്പോഴൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തിരക്കൊക്കെ? താഴെ നല്ല സൂപ്പർ ഉണ്ടായി. ആദ്യമായിട്ട് കയറിയത് നല്ല സൂപ്പർ ഉണ്ടായി. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തൊഴാനും മല കയറാനൊക്കെ പറ്റിയല്ലേ? മടങ്ങുക അതോ? തിരക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമസ്കാരം, പറയൂ. തിരക്കൊക്കെ എങ്ങനെ? തിരക്കൊക്കെ കുറവാണ്. നല്ല തോതാൻ പറ്റി. നല്ല സന്തോഷത്തെ ഭക്തിയോടെ തോതാൻ പറ്റും. നല്ല സന്തോഷമാണ്. എവിടുന്ന വരുന്നത്? നല്ല ദർശനമാണ്. കണ്ണൂർ നിന്നാണ്. പയ്യന്നൂർ. മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ പമ്പയിലൊക്കെ തിരക്കുണ്ടോ? വലിയ തിരക്കൊന്നുമില്ല. സുഖമായിട്ട് വരാൻ പറ്റി. എല്ലാം സുഖമായിട്ട്. നല്ല മയം കിട്ടി. നല്ല തണുപ്പുണ്ടായി. ചൂടും ഉണ്ടായില്ല. സന്തോഷമാണ്. ഭഗവാൻ നല്ല പ്രാർത്ഥിച്ച് തോതാൻ പറ്റും. വൈകിട്ട് മഴ പെയ്തിരുന്നു ഇന്നലെ. അതുകൊണ്ട് ഇപ്പോൾ ഭക്തജനങ്ങൾ പറയുന്നത് പോലെ ചൂടൊക്കെ, വേനൽ ചൂടിനൊക്കെ ആശ്വാസമായിട്ട് മഴ പെയ്തു സന്നിധാനത്ത് ഇന്നലെ. ഹരിവരാസനം സമയത്തൊക്കെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം. ഭക്തരെല്ലാം സുഗമമായി ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ്. മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.